ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഗോൾഫ് കാറും കാലൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു കാറും കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ടൈഗറും കാലൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ചീറ്റ് കോഡ് എത്രയാണ്, ഇത് എപ്പോഴായിട്ടാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ കുറേ കൂട്ടർ നമ്മൾ ചോദിച്ചെടുക്കാനാണ് നമ്മളെ റെയിൻ മോഡും കാലൊക്കെ എന്താണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത്, അതിനെക്കുറിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ താജ്മഹലും കാണൊക്കെ ന്യൂ ആയിട്ട് വരാനായിട്ട് പോകുന്നത്, അടിപൊളി താജ്മഹലും കാണൊക്കെ വരാനായിട്ട് പോകുന്നത്. ഇപ്പം ഈ ഒരു താജ്മഹലും കാണൊക്കെ എവിടെയായിട്ടാണ് വരുന്നത്, ഇത് എന്നാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോകളൊക്കെ എല്ലാ കൂട്ടർക്കും മാക്സിമം ഒന്ന് ഷെയറും കാണൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാകുകയും ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്ക് ജസ്റ്റ് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീഡിയിലെ കൂട്ടുകാർ കൂടി ഈ വീഡിയോകളൊക്കെ മാക്സിമം ഒന്ന് ഷെയറും കാലൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. പിന്നെ നമ്മൾ ഈ ഒരു ഇന്ത്യ ബൈക്ക് ത്രീഡിയിലെ കുറേ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ ഇനി വരുന്നത്. പിന്നെ നമ്മളെ ഇന്ത്യൻ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറക്കാതെ നിങ്ങൾ കാത്തിരിക്കുക, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മളെ ഒരു ഗോൾഫ് കാറുകളൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ കുറേ കൂട്ടർ നമ്മുടെ അടുത്ത് ചോദിച്ചൊരു കാര്യം, നമ്മളെ ലയണയും കളന്ന് എടുക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്കുകളെ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ലയണിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മളെ ഗെയിമിൽ കയറി അവിടെ നമ്മളെ പ്ലഗിങ്ങിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ അവിടെ നമ്മൾ പ്ലഗിങ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നതിന് മുന്നേ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക. ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നെറ്റ് ഓഫ് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്ത് 1 മിനിറ്റ് ഇതിൽ തന്നെ നിൽക്കുക. 1 മിനിറ്റ് ഇതിൽ തന്നെ നിന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നേരെ പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നമ്മളെ ഗെയിം ഒന്ന് ഇവിടെ ലോഡായി ഒരു 1 സെക്കൻഡത്തെ ഒരു 2-3 സെക്കൻഡത്തെ ഒരു ആവശ്യമുള്ളൂ. ഗെയിം ജസ്റ്റ് ഒന്ന് ലോഡായി വരും. അതിനുശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി 11 കളൊക്കെ അടിച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ലൈനുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാ കൂട്ടരും ഞാൻ ചെയ്ത് അതേ മെത്തേഡ് ചെയ്തൊക്കെ ഇതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഗോൾഫ് കാർ, അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയ റൂമർ അടിച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് നമ്മളൊരു ഗോൾഫ് കാറുകളൊക്കെ ഇടാനായിട്ട് പോകുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത്. നിങ്ങൾക്കാണല്ലോ ഞാൻ എൻ്റെ ഈ ഒരു ഗോൾഫ് കാറുകളൊക്കെ യൂസ് ചെയ്ത് ഓട്ടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഫ് കാർ ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളീ ഒരു ഗോൾഫ് കാറിൻ്റെ ഒരു മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഒരു ഗോൾഫ് കാറുകളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണമെന്നാണ് നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇത് ഡെവലപ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ ഡെവലപ്പേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ 100% കൺഫേം ആണ്. നമ്മൾ ഈ ഒരു ഗോൾഫ് കാർ വരുന്നതിനെ കുറിച്ചിട്ട് ഒരു 100% കൺഫേം ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും 100% കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ഗോൾഫ് കാർ വരുന്നതിനെ കുറിച്ച്. കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നമ്മൾ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ഗോൾഫ് കാർ അടിപൊളി ഒരു ഗോൾഫ് കാറുകളൊക്കെ വരും. ഗോൾഫ് കാർ എന്തായാലും സൂപ്പർ ഗോൾഫ് കാർ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഗോൾഫ് കാറുകളൊക്കെ എടുത്ത് റൈഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീഡിൻ്റെ വേറൊരു ഗെയിമാണ് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗോൾഫ് കാറുകളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങളൊക്കെ ഓട്ടിക്കാനായിട്ട് വരുന്നത് വലിയൊരു നല്ല കിണ്ണം കാഴ്ചയിൽ ഇതിൽ തന്നെ നല്ല കുറേ പുതിയ ചീറ്റ് കോഡ്സുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു ചീറ്റ് കോഡ് ഇപ്പോൾ കാണിച്ചത് നിങ്ങളെ ഒരു ഐസ്ക്രീം ട്രക്കിൻ്റെ ചീറ്റ് കോഡ് ഇപ്പോൾ കാണിച്ചത്. നമ്മൾ ആ ഒരു ഗെയിമിൽ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം ട്രക്ക് നമ്മൾ ഈ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറയുന്ന ഈ ഗെയിമിൽ നമ്മളുണ്ട്. പിന്നെ നമ്മളെ ഗെയിമിൽ വേറൊരു സാധനമുണ്ട്. നമ്മൾ ആർമിയിലൊക്കെ കാണുന്ന ഒരു അമേരിക്കയിൽ തന്നെ കാണുന്ന ഒരു ആർമിയുടെ ഒരു ഐറ്റങ്ങളൊക്കെ നമ്മൾ വെടിവെക്കുന്ന ഒരു ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതും അത്യാവശ്യം ഫേമസ് ആണ് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ബസ്സുകളൊക്കെ ഒരു സിറ്റി കൂടെ ഓട്ടിക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു ഗെയിമിലുണ്ട്. പിന്നെ ഈ ഒരു കാർ എല്ലാ കൂട്ടരും കാർ ചെയ്യുന്ന നമ്മളാ ഈ ഒരു കാറിൻ്റെ പേര് നമ്മളാ ഗൈസ്. ഈ ഒരു കാറിൻ്റെ പേര് എനിക്ക് അറിയില്ല, ഞാൻ മറന്നുപോയി. ഈ കാറിൻ്റെ പേരെന്താ ഫോർച്യൂൺ റാപ്റ്റർ റാപ്റ്റർ അല്ലേ ഗൈസ്, വേറെ എന്തൊരു പേരാണ്. അപ്പോൾ അവർ കാറിൻ്റെ പേര് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഗെയിമിൽ നമ്മളെ ലോറി ട്രക്കും കാണലൊക്കെ ഉണ്ട്, അടിപൊളി ട്രക്കും കാണലൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഇഷ്ടംപോലെ ചീറ്റ് കോഡ് ഇഷ്ടംപോലെ അടിപൊളി സൂപ്പർ ചീറ്റ് കോഡ്സും കളൊക്കെ ഈ ഒരു ഗെയിമിൽ തന്നെ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ട് വന്ന്. പിന്നെ ഇത് നമ്മൾ ഇന്ത്യയിലൊക്കെ കാരണം ഒരു കാർ തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമുള്ളൊരു കാർ തന്നെയാണ് ഇത് എനിക്ക് ഈ കാർസിൻ്റെ പേരൊന്നും അങ്ങനെ അറിയത്തില്ല. പിന്നെ ഇപ്പോൾ വേറൊരു കാർ വേറൊരു കളർ ഐസ്ക്രീം ട്രക്ക്, അത് വെള്ളയായിരുന്നെങ്കിൽ ഇത് ഒരു മരത്തിൻ്റെ കളർ ഐസ്ക്രീം ട്രക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഐസ്ക്രീം ട്രക്ക്. എന്തായാലും അടിപൊളി കിണ്ണം കാഴ്ച ചീറ്റ് കോഡ്സുകളൊക്കെ ഈ ഒരു ഗെയിമിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിൽ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും അടിപൊളി ഒരു
ഗെയിം തന്നെയാണ്. കുറേ ചീറ്റ് കോഡ്സിൽ കൊടുത്തിട്ടുണ്ട്, കുറേ ഒന്നും വരുത്തില്ല. ഞാൻ പിന്നെ മോൺസ്റ്റർ കാളൊക്കെ വിളിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതാണ് നമ്മളെ മോൺസ്റ്റർ. നമ്മളെ ഈ ഒരു കാറിൻ്റെ പേരെന്തോ പറയും കേസ്. നമ്മൾ ഈ ഒരു കാറിൻ്റെ ഒരു റാപ്റ്റർ അല്ല കേസ്, വേറെ എന്തൊരു പേരുണ്ട് ഈ ഒരു കാറിന് പേര് പറയാം. എനിക്ക് വലിയ പിടുത്തം ഇപ്പോൾ കിട്ടും. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ ഇതൊക്കെ വ്യൂവും കാളെ കൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D വീഡിയോകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗോൾഫ് കാർ എന്നാണ് വരുന്നതെന്ന് ഇതുവരെയും നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതായാലും മാർക്കറ്റിൽ നമ്മളൊരു ഗോൾഫ് കാറിൻ്റെ മോഡലും അവൈലബിൾ വന്നെന്നാണ് ഇപ്പോൾ ഡെവലപ്പേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇതുവരെയും നമ്മൾ ഈ ഒരു ഗോൾഫ് കാർ എന്നാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഡെവലപ്പേഴ്സ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. വരണമെങ്കിൽ ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കാം. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ കുറേ കൂട്ടർ ചോദിച്ചിട്ട് നമ്മളെ ഈ ഒരു ടൈഗർ കേസ്. ഇപ്പോൾ ടൈഗർ നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ടൈഗറുകളിലൊക്കെ വരണത്. എന്തായാലും 12 ആയിരിക്കും നമ്മൾ ആ ടൈഗറിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ വന്നിട്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഡെവലപ്പേഴ്സ് പറഞ്ഞത് പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും നമ്മൾ ഈ ടൈഗറുകളൊക്കെ കൊണ്ടുവരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു പ്ലഗിങ് ആപ്പിൽ ഒരു അനിമൽ എടുത്ത് കാണിച്ചിട്ട് നമ്മൾ ഈ ഒരു കാട്ടുപോത്തിൽ നമ്മൾ എരുമയും കാളൊക്കെയാണ് ഞാൻ ഇവിടെ ബഫലോ കാളൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചത്. ഞാൻ ഈ എടുക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഈ ഒരു ടൈഗറുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ അടുത്ത അപ്ഡേറ്റിൽ നമ്മൾ ഈ ഒരു ടൈഗറുകളൊക്കെ വരുമ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈഗർ കാലൊക്കെ ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ടൈഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു നല്ലൊരു ടൈഗർ ഉണ്ട്, അത്യാവശ്യം വലിയൊരു ടൈഗർ കാലൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. എന്തായാലും സൂപ്പർ ഒരു ടൈഗർ തന്നെയാണ് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. വേറെ ലെവലൊരു ടൈഗർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടൈഗറിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും സൂപ്പർ കിണ്ണം കഴിച്ചൊരു ടൈഗർ കാലൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു ഗെയിമിലോട്ടും കാലൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഇപ്പം നമ്മളെ ഗെയിമിൽ ബഫലോയും നമ്മൾ ലയണും കാലൊക്കെ വന്നു. ലയൺ എന്തായാലും പ്ലഗിങ് ആപ്പിലൂടെ അല്ല വന്നൊരു ഫയൽ മീഡിയ ആയിട്ടാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു ബഫലോ നമ്മൾ ടൈഗർ കാലൊക്കെ വന്നത്. സോറി നമ്മളെ ലയൺ വന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ടൈഗറിൻ്റെ ഒരു മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളി ടൈഗർ കാലൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും സൂപ്പർ ഒരു ടൈഗർ കാലൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ റെയിൻ മോഡ് കേസ്. അപ്പോൾ ഈ ഒരു റെയിൻ മോഡ് കുറേ നാൾ കൊണ്ട് കേൾക്കുന്ന ഒരു വിഷയമാണ് നമ്മളെ ഒരു ഗെയിമിൽ നമ്മളെ റെയിൻ മോഡ് വരുമെന്നുള്ളതിൻ്റെ. അപ്പോൾ ഈ റെയിൻ മോഡ് വരുമെന്നുള്ളതിൻ്റെ ഇപ്പോൾ എന്തായാലും റൂമർ ഇട്ടിട്ടില്ല കേസ്. അപ്പോൾ കുറേ കൂടെ നമുക്ക് വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഒരു നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ് 9 ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നില്ല. അപ്പോൾ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ് മാറിയിട്ടുണ്ട്. 99 കേസ് നമ്മൾ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ് നൈറ്റ് മോഡ് 99 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് മോഡ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊന്ന് പോയി നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. 99 നമ്മളെ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ്. ഇപ്പോൾ എന്തായാലും 9 മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 99 കണക്ക് ആക്കിയിട്ടുണ്ട് നമ്മളെ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ്. പിന്നെ നമുക്ക് പറയാനുള്ള വേറൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളെ താജ്മഹലിനെ കുറിച്ചിട്ടാണ്. ഗൈസമാർ താജ്മഹലിനെ കുറിച്ചിട്ട് വേറെ നമുക്കൊന്നും സീരിയസ് ആയിട്ടൊന്നും പറയാനായിട്ടില്ല. താജ്മഹൽ വരുമെന്നുള്ളതിൻ്റെ ഒരു 100% പറയാം. ഒരു 55% കണക്കാണ് നമ്മളെ ഈ ഒരു താജ്മഹൽ നമ്മളെ ഗെയിമിലോട്ട് വരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അല്ലാതെ വേറെ കൂടുതലായിട്ട് നമുക്ക് താജ്മഹൽ വരുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറയാനായിട്ടില്ല കേസൊക്കെ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ താജ്മഹലാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവരാൻ പോണത്. അടിപൊളി ഒരു വലിയൊരു താജ്മഹൽ കാലൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട് പോണത്. അപ്പോൾ നമ്മളൊരു താജ്മഹലിൻ്റെ ലൊക്കേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് പോണൊരു ലൊക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടൊരു ലൊക്കേഷൻ വെച്ച് പിടിക്കുകയാണ്. അങ്ങോട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു താജ്മഹലിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്നാണ് എൻ്റെ ഒരു റൂമർ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മൾ താജ്മഹൽ വരാനായിട്ട് ചാൻസ്. നമുക്കിത് നമ്മളെ ഗെയിം വേറെ കുറച്ച് യൂട്യൂബേഴ്സ് എനിക്കറിയാവുന്നത് നമ്മൾ IFT ഗെയിമർ നമുക്ക് പറഞ്ഞു തന്നൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ IFT ഗെയിമർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ഇപ്പം എന്തായാലും ആ റൂട്ടിലും കാണാൻ ഞാനിപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വെച്ചേക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടോ പ്രതീക്ഷിക്കുന്നു. ബ്രിഡ്ജ് എടുക്കണം എങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ഇരുന്ന സ്ഥലത്തും കാലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു താജ്മഹൽ കൊണ്ടുവരാനായിട്ട് പോകണമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത്. അപ്പം ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം കൺഫേം ആണോരാ ഇത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇവിടേക്കാണെന്ന് നമ്മൾ ഈ ഒരു താജ്മഹൽ വരണത്. അപ്പോൾ എന്തായാലും ഒരു താജ്മഹൽ എന്തായാലും വേറെ ലെവലൊരു താജ്മഹൽ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. എന്തായാലും സൂപ്പർ താജ്മഹലുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തേക്കുക.
മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കാര്യമൊക്കെ ചെയ്തേക്കാം, മറക്കല്ലേ ഗൈസ്. എല്ലാവരും വീഡിയോ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തുള്ളൂ. വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.